Good morning, my dear students. In the we discuss main item model selection. Model selection ഒരു overview ആദ്യമേ തരാം. അതിനുശേഷം നമുക്ക് അതിനകത്ത് വരുന്ന ഓരോ സെലക്ഷനകത്ത് വരുന്ന ഡെഫിനിഷൻ എന്താണെന്നും ഇൻഡക്റ്റീവ് ബയസ് എന്താണെന്നും ഈ കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. Now let us discuss about what a model selection is. ഇപ്പോൾ നമ്മളൊരു ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം എടുക്കുക. ഇതൊരു ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഈ പ്രോബ്ലത്തിൽ നമ്മൾ രണ്ട് പാരാമീറ്ററുകളുള്ള ഒരു 2-dimensional പ്ലെയിനിൽ രണ്ട് ഫീച്ചേഴ്സാണ് എടുക്കുന്നത്, എക്സും വൈയും. രണ്ട് ഫീച്ചേഴ്സ് ഉള്ള ഒരു ഒരു 20-25 എക്സാമ്പിൾസിനെ ഞാനൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്ത് എക്സ് ആക്സിസിൽ എൻ്റെ ഒരു എക്സ് എന്ന് പറഞ്ഞൊരു ഫീച്ചറാണ്, വൈയിൽ വൈ എന്ന് പറഞ്ഞ ഫീച്ചറാണ്. ഇത് വെച്ച് നമ്മൾ ദ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാറ്റ പോയിൻറ്റ്സ് ഇതിനകത്തുള്ള ഞാൻ പ്ലസും മൈനസും കാണിച്ചതെല്ലാം എക്സാമ്പിൾസാണ്. ഈ എക്സാമ്പിൾസിനെ കുറേ എണ്ണത്തെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ലേബിൾ ചെയ്യണം. അതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ ഞാൻ ഈ പ്രോബ്ലത്തിൻ്റെ ഒരു ഔട്ട്കം ഞാൻ ഇതിനകത്ത് ഈ ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ പോസിറ്റീവ് എക്സാമ്പിൾസ് ഉണ്ട്, കുറേ നെഗറ്റീവ് എക്സാമ്പിൾസ് ഉണ്ട്. ഈ ലേണിംഗ് അൽഗോരിതം എന്താ ചെയ്യുന്നത്? നമ്മളൊരു ലേണിംഗ് അൽഗോരിതം അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ജനറേറ്റ് എ ക്ലാസിഫയർ. ക്ലാസിഫയർ എന്ന് പറയുന്നത് നമ്മൾ ഈ പെർട്ടിക്കുലർ കേസിൽ ക്ലാസിഫയർ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഈ these lines are all classifiers that classify these positive examples from negative examples. അപ്പോൾ ഈ ഒരു ലേണിംഗ് അൽഗോരിതം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് വിൽ ജനറേറ്റ് എ സെറ്റ് ഓഫ് മോഡൽസ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, ഇറ്റ് വിൽ ജനറേറ്റ് എ സെറ്റ് ഓഫ് ഹൈപ്പോത്തിസിസ്. അപ്പോൾ സാധാരണഗതിയിൽ ലേണിംഗ് അൽഗോരിതത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ കയ്യിലൊരു സെറ്റ് ഓഫ് ഇൻപുട്ട് ഡാറ്റ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ യു ഹാവ് എ സെറ്റ് ഓഫ് എക്സ് ആൻഡ് വൈസ്. ഈ എക്സ് ആൻഡ് വൈയിൽ നിന്ന് നമ്മൾ എന്ത് ജനറേറ്റ് ചെയ്യും? ഇറ്റ് വിൽ ജനറേറ്റ്, ഇതിൽ നിന്ന് കുറച്ച് ഡാറ്റ എടുത്ത് ട്രെയിൻ ചെയ്യും. ട്രെയിൻ ചെയ്തതിൻ്റെ ഫലമായിട്ട് അതെന്ത് ചെയ്യുന്നു? ഇറ്റ് വിൽ ജനറേറ്റ് ട്രെയിനിങ് ഡേറ്റയിൽ നിന്ന് ലേണിംഗ് അൽഗോരിതം എന്ത് ജനറേറ്റ് ചെയ്യുന്നു? ഇറ്റ് വിൽ ജനറേറ്റ് എ സെറ്റ് ഓഫ് ഹൈപ്പോത്തിസിസ്. ഇതിനകത്ത് ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് 4 ഹൈപ്പോത്തിസിസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. 4 അല്ല, യു ക്യാൻ ജനറേറ്റ് എനി നമ്പർ ഓഫ് ഹൈപ്പോത്തിസിസ്. ആ സെറ്റ് ഓഫ് ഹൈപ്പോത്തിസിസിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കഴിഞ്ഞ ഡിസ്കഷൻസിൽ പറഞ്ഞു, വി കോൾ ഇറ്റ് ആസ് ഹൈപ്പോത്തിസിസ് സ്പേസ് എന്ന് പറയും. അപ്പോൾ മോഡൽ സെലക്ഷനകത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന പല ലേണിംഗ് അൽഗോരിതംസ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഹൈപ്പോത്തിസിസിൽ ഏതാണ് ബെസ്റ്റ് ഹൈപ്പോത്തിസിസ് അത് സെലക്ട് ചെയ്യണം. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് മോഡൽ സെലക്ഷൻ. ഈ ഹൈപ്പോത്തിസിസിനെ നമ്മൾ മെഷീൻ ലേണിംഗിൽ വേറൊരു രീതിയിലും പറയും, വി കോൾ ഇറ്റ് ആസ് മോഡൽസ് എന്ന് പറയും. സോ ദിസ് ഈസ് ദി ആക്ച്വൽ കോൺസെപ്റ്റ് ഓഫ് വാട്ട് ഈസ് കോൾഡ് ആസ് മോഡൽ സെലക്ഷൻ. ലെറ്റ് us ഡിസ്കസ് അതിൻ്റെ പല വേരിയേഷൻ ഓഫ് ഡെഫിനിഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ള കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയാം. ഇനി ഈ ഓരോ ഹൈപ്പോത്തിസിസിനെയും നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ആൻ ഇക്വേഷൻ. ഈ പർട്ടിക്കുലർ എക്സാമ്പിളിൽ ഇറ്റ് ആക്ട്സ് ആസ് ഈ ഓരോ ഹൈപ്പോത്തിസിസ് ആസ് ആൻ ഇക്വേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് xi's and yi's. xi's and yi's are features used by each examples, features used in the examples. അപ്പോൾ ഈ ഫീച്ചേഴ്സിനെ ഉപയോഗിച്ച് ഇതിനകത്ത് 2 ഫീച്ചറുകളെ ഉപയോഗിച്ചിട്ടുള്ള എക്സിൻ്റെയും വൈൻ്റെയും കോമ്പിനേഷനിലുള്ള ഇക്വേഷൻസ് ആയിട്ടാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ ഇക്വേഷനെ നമ്മൾ മോഡൽ എന്നും പറയുന്നുണ്ട് മെഷീൻ ലേണിങ്ങിൽ. ഇതിനകത്ത് ഒരു പലതരത്തിലുള്ള മെഷീൻ ലേണിംഗ് അൽഗോരിതം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ജനറേറ്റ് എ ഗ്രൂപ്പ് ഓഫ് മോഡൽസ്. അതിൽ നിന്ന് ഏത് ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ മോഡൽ സെലക്ട് ചെയ്യുന്നു എന്നുള്ള ആ പ്രക്രിയയ്ക്കാണ് നമ്മൾ പറയുന്നത് മോഡൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം. In order to formulate a hypothesis for a problem, a model have to be chosen. A model selection is the process of choosing the model. ഏതൊരു ഹൈപ്പോത്തിസിസിനെ ഫോർമുലേറ്റ് ചെയ്യണമെങ്കിലും ഫൈനൽ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫൈനലായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്ത ബെസ്റ്റ് ഹൈപ്പോത്തിസിസ് ആണ്. A model have to be chosen. A model selection is the process of choosing the model. ഇതിന് വേറൊരു രീതിയിൽ നമുക്ക് പറയാം മോഡൽ സെലക്ഷന് എ പ്രോസസ് ഓഫ് ചൂസിങ് വൺ പെർട്ടിക്കുലർ അപ്രോച്ച് ഫ്രം സെവറൽ ഡിഫറെൻറ്റ് അപ്രോച്ചസ്.
അപ്പോൾ നേരത്തെ എക്സാമ്പിളിൽ എടുത്തേക്കുക, ഡിഫറെൻറ്റ് പല രീതിയിലുള്ള മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗിക്കും ഒരു ഹൈപ്പോത്തിസിസ് ജനറേറ്റ് ചെയ്യുന്നത്. ഓരോ മെഷീൻ ലേണിംഗ് അൽഗോരിതവും നമ്മൾ എന്ത് പറയാം, വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ വൺ പെർട്ടിക്കുലർ അപ്രോച്ച്. അപ്പോൾ നമ്മൾ ഈ സെയിം ഡാറ്റ സെറ്റിൽ പലതരത്തിലുള്ള മെഷീൻ ലേണിംഗ് അൽഗോരിതം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഡിഫറെൻറ്റ് ഹൈപ്പോത്തിസിസ്. അതിൽ നിന്ന് ഏതാണ് ബെസ്റ്റ് എന്നുള്ള ഒരു വൺ ബെസ്റ്റ് അപ്രോച്ച് ഹാവ് ടു ബി ചൂസൺ. അതിനെ നമുക്ക് എന്ത് പറയാം, മോഡൽ സെലക്ഷൻ എന്ന് പറയും. ഇത് ഇച്ചിരി കൂടെ സ്പെസിഫിക് ആയിട്ട് ചൂസിങ് ആൻ അപ്രോപ്രിയേറ്റ് അൽഗോരിതംസ് ഫ്രം എ സെലക്ഷൻ ഓഫ് പോസിബിൾ അൽഗോരിതംസ്, അങ്ങനെയും നമുക്ക് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉണ്ട്. അപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഡിഫറെൻറ്റ് ഹൈപ്പോത്തിസിസ്. അതിൽ ചൂസിങ് വൺ അപ്രോപ്രിയേറ്റ് അൽഗോരിതംസ് ഫോർ ലേണിംഗ് ദാറ്റ് പെർട്ടിക്കുലർ മോഡൽ, അതിനെയും നമ്മൾ മോഡൽ സെലക്ഷൻ എന്ന് പറയും. ചൂസിങ് എ സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് ടു ബി യൂസ്ഡ് ഫോർ ഇൻപുട്ട്, അതും മോഡൽ സെലക്ഷൻ്റെ ഭാഗം. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു മെഷീൻ ലേണിംഗ് പ്രോബ്ലത്തിൽ ഒരു ഡാറ്റ സെറ്റ് ഉണ്ട്. ആ ഡാറ്റ സെറ്റിൽ 50 ഫീച്ചേഴ്സ് ഉണ്ട്. ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഓരോ കോളത്തിനെയാണ് നമ്മൾ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ 50 ഫീച്ചേഴ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോബ്ലത്തിൽ, ഒരു ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിലാണെങ്കിൽ 50 ഫീച്ചേഴ്സും നമുക്ക് ആവശ്യമില്ലായിരിക്കും. അതിൽ നമുക്കൊരു 20 ഫീച്ചേഴ്സ് ആയിരിക്കും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. അത് സെലക്ട് ചെയ്യുന്നത്, അത് മാത്രം എടുത്ത് അത് ലേൺ ചെയ്യുന്നു. ബിക്കോസ് ഇത്രയും 50 ഫീച്ചേഴ്സും ലേൺ ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ഇൻക്രീസ് ദ കോംപ്ലക്സിറ്റി ഓഫ് ദ മോഡൽ ആസ് വെൽ ആസ് ഇറ്റ് വിൽ ഇൻക്രീസ് ദ കോംപ്ലക്സിറ്റി ഓഫ് ദ ഹോൾ ലേണിംഗ് പ്രോസസ്സ്. അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഏറ്റവും ഈ ക്ലാസിഫിക്കേഷന് വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസിഫിക്കേഷൻ അൽഗോരിതം ആണെങ്കിൽ ക്ലാസിഫിക്കേഷന് വേണ്ടി ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഫീച്ചേഴ്സിനെ സെലക്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെയും നമ്മൾ എന്ത് പറയും, ഇറ്റ് ഓൾസോ കംസ് അണ്ടർ ദി കാറ്റഗറി ഓഫ് model selection. Then choosing initial values for certain parameters, അതിന് നമ്മൾ ഉപയോഗിക്കും. Choosing a particular mathematical model from among different mathematical models which describe the same data set. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ചൂസിങ് എ പെർട്ടിക്കുലർ മാത്തമെറ്റിക്കൽ മോഡൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ ഹൈപ്പോത്തിസിസിനെയും നമ്മൾക്ക് ഓരോ മാത്തമെറ്റിക്കൽ ഇക്വേഷനായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഈ ഇക്വേഷനകത്ത് എന്തൊക്കെ കാണും, ദ സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് അടങ്ങുന്ന ഫീച്ചേഴ്സ് ഉൾപ്പെടുന്ന ഇക്വേഷൻസ് ആയിട്ട് പറയും. അങ്ങനെയുള്ള ഇക്വേഷൻസ് ഈ ഹൈപ്പോത്തിസിസിന് ഓരോന്നിനെയും നമുക്ക് ഇക്വേഷനായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അങ്ങനെ വെക്കുന്ന ഇക്വേഷൻസിൽ ഒരെണ്ണം ചൂസ് ചെയ്യുന്ന, വൺ പെർട്ടിക്കുലർ ഇക്വേഷൻ ചൂസ് ചെയ്യുന്നതിനെ നമ്മൾ മോഡൽ സെലക്ഷൻ എന്ന് പറയുന്നു. ദെൻ ചൂസിങ് ദ റൈറ്റ് ഇൻഡക്റ്റീവ് ബയസ്. ഇൻഡക്റ്റീവ് ബയസ് എന്താണെന്നുള്ള കാര്യം ഞാൻ ഇനി അടുത്ത ഇതിനകത്ത് പറയുന്നുണ്ട്. അത് ഡീറ്റെയിൽഡായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു കറക്റ്റായിട്ടുള്ള ഇൻഡക്റ്റീവ് ബയസ് ചൂസ് ചെയ്യുന്നതും ഒരു മോഡൽ സെലക്ഷൻ്റെ ഭാഗമാണ്. അതെന്താണെന്ന് ഞാൻ ഇനി കമ്മിങ് സെഷനിൽ പറയുന്നതായിരിക്കും. ഇനി ഇൻഡക്റ്റീവ് ബയസ് എന്താണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ എക്സാമ്പിളിൽ നമ്മൾ കുറേ ഹൈപ്പോത്തിസിസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു പെർട്ടിക്കുലർ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിൽ നമുക്ക് എത്ര ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യാം? യു ക്യാൻ ഫോർമുലേറ്റ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഹൈപ്പോത്തിസിസ് സ്പേസ്. ഞാൻ ഇതിൻ്റെ പ്രീവിയസ് എക്സാമ്പിളിൽ നമ്മൾ എത്ര എണ്ണം കാണിച്ചു? നമ്മൾ 4 ഹൈപ്പോത്തിസിസേ കാണിക്കാത്തുള്ളൂ. ഇതുമായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ യു ക്യാൻ ഡ്രോ എനി നമ്പർ ഓഫ് ലൈൻസ് ദാറ്റ് സെപ്പറേറ്റ്സ് ദീസ് ടു ക്ലാസിഫിക്കേഷൻസ്. അപ്പോൾ നമ്മൾ ഇതിനെ ഓരോ ലൈനിനെയും നമുക്ക് ഈ കളക്ഷൻ ഓഫ് സച്ച് ഹൈപ്പോത്തിസിസിനെ നമ്മൾ ഹൈപ്പോത്തിസിസ് സ്പേസ് എന്ന് പറയുന്നു. ഇനി ഇൻഡക്റ്റീവ് ബയസ് എന്ന് പറയുന്നത് ഈ ഹൈപ്പോത്തിസിസ് സ്പേസിൽ നമ്മൾ ഒരു റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുവാണ്. ഫോർ എക്സാമ്പിൾ ഈ പെർട്ടിക്കുലർ ഇതിനെ നമുക്ക് റെസ്ട്രിക്ഷൻ ഇമ്പോസ് ചെയ്യുന്നത്, നമ്മൾ ഇതിനെ ഒരു ലീനിയർ മോഡൽസ് ആണ്. അപ്പോൾ ലീനിയർ എന്ന് വെച്ചാൽ ലൈൻ്റെ ഫോമിലുള്ള മോഡൽസ് ആണ്. ദാറ്റ് ഈസ് എ റെസ്ട്രിക്ഷൻ ഇമ്പോസ്ഡ് ഓൺ ഹൈപ്പോത്തിസിസ്. ഇനി നമുക്ക് ഈ പെർട്ടിക്കുലർ മോഡലിനെ നമുക്ക് വേറെ രീതിയിൽ എഴുതാൻ പറ്റും. യു ക്യാൻ റൈറ്റ് എ സെപ്പറേറ്റർ, ഒരു കർവ്ഡ് രീതിയിലുള്ള ഒരു സെപ്പറേഷനും കൊടുക്കാം. Okay, that is also a hypothesis that separates these two examples. അപ്പോൾ നമുക്ക് ഈ n നമ്പർ, നമ്മൾ ഈ ലൈൻസ് മാത്രമല്ല ക്ലാസിഫിക്കേഷൻ, യു ക്യാൻ യൂസ് കർവ്ഡ് ലൈൻസ് ഫോർ ക്ലാസിഫൈയിങ് ദീസ് എക്സാമ്പിൾസ്. അപ്പോൾ ഈ കർവ്ഡ് ലൈൻസും സ്ട്രെയിറ്റ് ലൈൻസും അടങ്ങുന്ന ഒരു ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഹൈപ്പോത്തിസിസ് ഉണ്ട്.
ഈ ഹൈപ്പോത്തിസിസിൽ നമ്മൾ ചില റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുന്നു, സം അസംഷൻസ്. ഈ റെസ്ട്രിക്ഷൻസിനെ നമുക്ക് പറയുന്നു സം അസംഷൻസ്. ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അസംഷൻ എന്താണ്? നമ്മൾ ഇതിനകത്ത് ഈ ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് ലീനിയർ മോഡൽസ് ആണ്. ലീനിയർ മോഡൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ഇക്വേഷൻസ് ഓഫ് ലൈൻസ്. ലീനിയർ മോഡൽസ് ആണ് നമ്മൾ ഇതിനകത്ത് സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് ആൻ അസംഷൻ. ഈ അസംഷൻ ഉപയോഗിക്കുമ്പോൾ curved ആയിട്ടുള്ള ഹൈപ്പോത്തിസിസ് എല്ലാം പോകുന്നു. വി ആർ ഇമ്പോസിങ് സം റെസ്ട്രിക്ഷൻ ഓൺ ദ ഹൈപ്പോത്തിസിസ് ഫോർ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം. ആ റെസ്ട്രിക്ഷൻ ഇമ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ യൂസിങ് സം അസംഷൻസ്. ചിലത് ഞാൻ പറയുന്നു വി നീഡ് എ പോളിനോമിയൽ ടൈം സൈസ് ഉള്ള ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ ആണ് വേണ്ടി വരുന്നത് എന്ന് പറയുന്നു. എത്ര ഡിഗ്രി പോളിനോമിയൽ വരെയുള്ള ഇക്വേഷൻ സെപ്പറേറ്ററായിട്ട് ഉപയോഗിക്കാം എന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം സം റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ഓൺ ഹൈപ്പോത്തിസിസ്. ഈ അസംഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വി കോൾ ഇറ്റ് ആസ് ഇൻഡക്റ്റീവ് ബയസ് എന്ന് പറയുന്നത്. സോ ഇൻഡക്റ്റീവ് ബയസ് ഇൻ എ ലേണിംഗ് പ്രോബ്ലം, എ സെറ്റ് ഓഫ് assumptions have to be made for the data to arrive at a solution. This set of assumptions that we make to have learning possible is called inductive bias. One way to introduce inductive bias is when we assume a hypothesis class. Hypothesis class എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഹൈപ്പോത്തിസിൽ ഒരു ക്ലാസ്, ഫോർ എക്സാമ്പിൾ ലീനിയർ ഹൈപ്പോത്തിസിസ് ആണ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഇസ് എൻ അസംഷൻ. അല്ലെങ്കിൽ നമ്മൾ പറയുന്നു ഒരു കർവ്ഡ് ലൈൻസിലാണെങ്കിലും അതൊരു സിമ്പിൾ ലീനിയർ കർവ് പോലുള്ള ഒരു സെപ്പറേറ്റർ ആണ്, ക്ലാസിഫയർ ആണ് വേണ്ടത്. ദാറ്റ് ഈസ് അനദർ അസംഷൻ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ, ഈ അസംഷൻസിനെയാണ് ഇൻഡക്റ്റീവ് ബയസ് എന്ന് പറയുന്നത്. ഈ അസംഷൻസ് ഉപയോഗിച്ച് വേണം നമ്മൾ ലേണിംഗ് മോഡൽ എന്താണ് ആ പെർട്ടിക്കുലർ അസംഷന് ഫിറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ലേണിംഗ് അൽഗോരിതം എന്ത് ചെയ്യുന്നു, മോഡൽ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആ അസംഷൻസിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് ബയസ് എന്ന് പറയുന്നത്. ഇനി ഇതിനടുത്ത ഒരു എക്സാമ്പിൾ പറയാം. ഇൻ ദ ലേണിംഗ് ദ ക്ലാസ് ഓഫ് ഫാമിലി കാർ ദർ ആർ ഇൻഫിനിറ്റ്ലി മെനി വേസ് ഓഫ് സെപ്പറേറ്റിംഗ് ദ പോസിറ്റീവ് എക്സാമ്പിൾസ് ആൻഡ് നെഗറ്റീവ് എക്സാമ്പിൾസ്. നമ്മൾ നേരത്തെ ഒരു ഫാമിലി കാറിനെ കുറിച്ച് പഠിച്ചു. അതായത് കുറേ കാർസിൻ്റെ കുറേ ഫീച്ചേഴ്സ് കൊടുക്കും. അതിനകത്ത് രണ്ട് മേജർ ഫീച്ചേഴ്സാണ് നമ്മൾ എടുക്കുന്നത്. ഒരു കാർ ഫാമിലി കാറാണോ അല്ലയോ എന്ന് എടുക്കാൻ. എന്തൊക്കെയാണ്? ഒന്ന് എൻജിൻ പവർ, രണ്ട് നമ്പർ ഓഫ് സീറ്റ്സ്. ഇത് രണ്ടും ഫീച്ചേഴ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ എൻജിൻ പവറും ഇതും ഇന്നർ റേഞ്ചിനുള്ളിൽ വരുന്നതും നമ്പർ ഓഫ് സീറ്റ്സ് ഇന്നർ റേഞ്ചിൽ വരുന്നതും നമ്മൾ എന്തായിട്ട് കണക്ക് കൂട്ടുന്നു? അതിനെ ഒരു ഫാമിലി കാർ എന്ന് കണക്ക് കൂട്ടുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു ലീനിയർ ആക്സിസ് ആംഗിൾഡ് റെക്റ്റാങ്കിൾ ഉപയോഗിച്ചു. ആ റെക്റ്റാങ്കിൾ വരുന്ന റീജിയനെയാണ് നമ്മൾ എന്താ പറയുന്നത്? വി കോൾ ഇറ്റ് ആസ് എ ഹൈപ്പോത്തിസിസ് സ്പേസ് എന്ന് പറയുന്നു. Assuming the shape of a rectangle is an inductive bias. അപ്പോൾ അതിനകത്ത് നമ്മളൊരു രണ്ട് ഇക്വേഷൻ ഹൈപ്പോത്തിസിസ് എങ്ങനെ ഫോർമുലേറ്റ്? ഇഫ് ദ വാല്യൂ ഓഫ് this one particular feature ranges between these two and the second feature ranges between these two, we call it as it is a family car, otherwise it is not a family car. ആ രീതിയിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അത് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് നമ്മൾ യു ഡ്രോ ആൻ ആക്സിസ് ആംഗിൾ റെക്റ്റാങ്കിൾ. ആ ആക്സിസ് ആംഗിൾ റെക്റ്റാങ്കിൾ ഈസ് ആൻ ഇൻഡക്റ്റീവ് ബയസ്. സോ വി ആർ മേക്കിംഗ് an assumption that ആ ആക്സിസ് ആംഗിൾ റെക്റ്റാങ്കിളിനുള്ളിലാണ് അതിൻ്റെ ഹൈപ്പോത്തിസിസ് വരേണ്ടത്. ആ ഹൈപ്പോത്തിസിസിന് സ്പേസിനുള്ളിൽ ഉള്ളിൽ വരുന്ന എല്ലാ എക്സാമ്പിൾസും ഏതായിട്ട് വരും? ഫാമിലി കാർ എന്നുള്ള കാറ്റഗറിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്യും. സോ മോഡൽ സെലക്ഷൻ ഈസ് അബൌട്ട് ചൂസിങ് ദ റൈറ്റ് ഇൻഡക്റ്റീവ് ബയസ്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് സിമ്പിൾ മോഡൽ. ഇൻഡക്റ്റീവ് ബയസ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ അസംഷൻസ് അപ്ലൈ ചെയ്യുന്നത് എന്തിനാണ്? മോഡല് സിമ്പിൾ ആയിരിക്കാൻ വേണ്ടിയാണ് ഇൻഡക്റ്റീവ് ബയസ് അപ്ലൈ ചെയ്യുന്നത്. ഈ സിമ്പിൾ ആയിരിക്കുമ്പോഴുള്ള ഗുണം എന്താണ്? നമുക്ക് അത് ഈസി ആയിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഈസി ടു എക്സ്പ്ലെയിൻ, ജനറലൈസ് ബെറ്റർ ദാൻ എ കോംപ്ലക്സ് മോഡൽ. ജനറലൈസേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആ ജനറലൈസേഷൻ എന്താണെന്നുള്ള കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ജനറലൈസ് ബെറ്റർ ദാൻ എ കോംപ്ലക്സ് മോഡൽ. സിമ്പിൾ മോഡൽ പെട്ടെന്ന് ജനറലൈസ് ചെയ്യും. ദെൻ ദ സിമ്പിൾ മോഡൽ വിൽ ഹാവ് ലെസ് വേരിയൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. വേരിയൻസ് എന്താണ്, ജനറലൈസേഷൻ എന്താണ്, ഈ കോൺസെപ്റ്റ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും. സോ ഇത്രയാണ്
നമ്മളൊരു സിമ്പിൾ മോഡലിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ പെർട്ടിക്കുലർ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ് മോഡൽ സെലക്ഷൻ എന്നും എന്താണ് ഇൻഡക്റ്റീവ് ബയസ് എന്നും how it is beneficial for selecting simple model ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത്, ഇൻഡക്റ്റീവ് ബയസ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ സിമ്പിൾ മോഡലിനെ ഇച്ചിരി കൂടെ സിംപ്ലിഫൈ ചെയ്യുന്നത്. ഈ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ ജനറലൈസേഷൻ്റെ കോൺസെപ്റ്റ് പഠിക്കും. ജനറലൈസേഷനകത്ത് നമ്മൾ 2 കോൺസെപ്റ്റാണ് മെയിൻലി ഓവർ ഫിറ്റിംഗ്, റൈറ്റ് ഫിറ്റിംഗ് ആൻഡ് അണ്ടർ ഫിറ്റിംഗ്. ഈ 3 കോൺസെപ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഓക്കെ, താങ്ക് യു.